എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ വെച്ചൊരു പച്ചടിയാണ്. ഈ പച്ചമാങ്ങ പച്ചടി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ മമ്മി ഇതാ എങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞു തന്നു. അതേ രീതിയിൽ ഞാനിത് വെച്ചതാണ്. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് മാങ്ങ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യത്തിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി 2 പച്ചമാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു വലിയ പച്ചമാങ്ങയും ഒരു ചെറിയ പച്ചമാങ്ങയും. പക്ഷേ ഈ 2 മാങ്ങയും ഞാൻ എടുക്കുന്നില്ല. ഈ ഒരു വലിയ മാങ്ങയും ഒരു മാങ്ങയുടെ പകുതിയുമാണ് എടുക്കുന്നത്. ആ മാങ്ങയുടെ തൊലിയെ കളഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കടുമാങ്ങ അച്ചാർ എടുത്തില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ട് ചീകി അരിഞ്ഞെടുക്കണം. അങ്ങനെ അരിഞ്ഞെടുത്ത മാങ്ങയാണിത്. ഇതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ടാമത് എടുത്ത ചെറിയ മാങ്ങയുടെ ഇത്രയും ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി എടുത്തിട്ടില്ല. ഈ മാങ്ങയ്ക്കകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട, മാങ്ങ പക്ഷെ നല്ലതായിട്ട് വെന്തുടയണം. അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിന് എരിവിനനുസരിച്ച് ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇതിലോട്ട് അങ്ങിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അടച്ച് വെച്ച് നല്ലതായിട്ട് മാങ്ങ വെന്തുടയുന്ന വരെ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരിപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് ഞാൻ 1 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 10-12 കൊച്ചുള്ളിയും കൂടെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കൊച്ചുള്ളി അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ ഇതിനെ അരച്ചെടുത്തുകൊണ്ട് വരണം. തേങ്ങ ഇവിടെ നല്ലതായിട്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇതിലോട്ട് ചതച്ചിടാം. അതിന് വേണ്ടി 1 ടീസ്പൂൺ കടുകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതൊന്ന് പൊട്ടിക്കിട്ടണം, അത്രയും മാത്രം മതി. അങ്ങനെ നമുക്ക് കടുകിനെ പൊട്ടിച്ചെടുക്കാം. വേണ്ട, ഈ രീതിയിൽ കടുകായി കിട്ടിയാൽ മതി. അതല്ലെങ്കിൽ ഒത്തിരി കയ്പായി പോകും കേട്ടോ. കടുക് കൂടിപ്പോവുകയും ചെയ്യരുതേ. മാങ്ങ ഇവിടെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. മാങ്ങ നല്ലതായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി വെച്ച് നമുക്ക് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഉടച്ചെടുക്കാം. നല്ലതായിട്ട് ഇത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. മാങ്ങ ഇവിടെ നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുകുണ്ടല്ലോ, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. കടുകും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. എന്നിട്ട് മിക്സി കഴുകിയ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം പോലും വേണ്ട. പച്ചടിയുടെ ലൂസ് എത്രയും വേണോ നമുക്കറിയാമല്ലോ. ഇപ്പോൾ കണ്ടില്ലല്ലോ, തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അത് ഒത്തിരി അങ്ങ് ലൂസായി പോവല്ലേ, അത് ചെറിയ ലൂസായിട്ട് നമുക്കൊരു 1/4 ഗ്ലാസ്സിനേക്കാളും കുറച്ച് വെള്ളം കൂടെ മിക്സി കഴുകി നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലയോ, ഇപ്പോൾ അത് ആവശ്യത്തിന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇത് ഇച്ചിരി അങ്ങ് കുറുകി വരും കേട്ടോ. ഈ രീതിയിലാണ് പച്ചടി ഇരിക്കേണ്ടത്. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. അതുപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചടി തിളയ്ക്കാനും പാടില്ല. നമുക്കത് അടുപ്പത്ത് മാറ്റിയിട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ശകലം കടുകിട്ട് കൊടുക്കുക. ഇനി കടുക് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. 2-3 വറ്റൽമുളക് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് 4-5 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഇനി ഇളക്കിയെടുക്കുക. എല്ലാം നല്ലതായിട്ടോട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചടിയിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇതിനെ അങ്ങ് അടച്ച് വെക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു മണവും ടേസ്റ്റൊക്കെ ഈ പച്ചടിയിലോട്ട് അങ്ങ് ഇറങ്ങി വരും. എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സമയമാണല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ പലപ്പോഴും പച്ചടിക്ക് തൈര് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ പുളി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ തൈരൊക്കെ ചേർക്കാതെ മാങ്ങ വെച്ച് ഇങ്ങനെ പച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുവാനും ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.